പ്രൊഫസർ ആശാ ജി വക്കം. 1955 ഫെബ്രുവരി 8 തിരുവനന്തപുരം ജില്ലയിൽ വക്കം വാണിയക്കുടിയിൽ ഡോക്ടർ ഗോപാലന്റെയും രാധമ്മയുടെയും മകളായി ജനിച്ചു. കാര്യവട്ടം യൂണിവേഴ്സിറ്റി സെന്ററിൽ നിന്ന് മലയാള സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദവും തിരുവനന്തപുരം വിമൻസ് കോളേജിൽ നിന്ന് എംഫിൽ ബിരുദവും സമ്പാദിച്ചു. ചെമ്പഴന്തി ശ്രീനാരായണ കോളേജിൽ മലയാള വിഭാഗം അധ്യാപികയായി വിരമിച്ചു. അനാമികയുടെ സുവിശേഷങ്ങൾക്ക് 2006 സാഹിത്യ കേരളം അവാർഡ് ലഭിക്കുകയുണ്ടായി. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ മലയാള വിഭാഗം ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾക്കായി M21 ML 06 DE നാരായണ ഗുരു പഠനം എന്ന കോഴ്സിലെ ബ്ലോക്ക് 3 പ്രമേയങ്ങൾ കൃതികളിലൂടെ എന്ന ഭാഗം ഇവിടെ വിശദീകരിക്കുന്നു. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ MA വിഭാഗം കുട്ടികൾക്ക് വേണ്ടി ഗുരുവിൻ്റെ ആത്മോപദേശ ശതകം ക്ലാസ് തുടങ്ങുകയാണ്. ആത്മം എന്നാൽ തൻ്റേത് എന്നുള്ള അർത്ഥത്തിലാണ്. തൻ്റെ സ്വരൂപത്തെ കണ്ടെത്തുക എന്നുള്ളതാണ് ആത്മം എന്നുള്ള പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിലനിൽപ്പ്, അസ്തിത്വം എന്നും ഇതിനെ പറയാറുണ്ട്. അപ്പോൾ തൻ്റെ സ്വരൂപത്തെ ആരും അറിയുന്നില്ല. ഓരോ മനുഷ്യനും ബാഹ്യമായ തൻ്റെ ശരീരത്തെയും മനസ്സിനെയും ബുദ്ധി വരെയൊക്കെ പോകുന്നുള്ളൂ. അതിനപ്പുറമുള്ള തൻ്റെ സ്വരൂപത്തെ ഒരിക്കലും തേടുന്നില്ല. തൻ്റെ സ്വരൂപത്തെ അന്വേഷിച്ച് കണ്ടെത്തുമ്പോഴാണ് ജീവിതം മനോഹരമായി തീരുന്നത്. അല്ലെങ്കിൽ കാരണം ഗുരു എപ്പോഴും പറയും, അരുൾ ഉള്ളവനാണ് ജീവി, ജ്ഞാനം ഉള്ളവനാണ് ജീവി. അല്ലാത്ത ഒരാൾ മരിച്ച് ജീവിക്കുന്നതിന് സമമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഗുരു ഇത്രയേറെ കൃതികൾ എഴുതി വച്ചിരിക്കുന്നത്. അതിലേറ്റവും ശ്രേഷ്ഠമായ, ലളിതമായ, മനോഹരമായ കാവ്യമാണ് ആത്മോപദേശ ശതകം എന്ന്. അപ്പോൾ ആദ്യത്തെ ശ്ലോകത്തിൽ അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തൻ ഉരുവിലുമൊത്ത് പുറത്തു മുജ്വലിക്കും, കരുവിന് കണ്ണുകൾ അഞ്ചുമുള്ളടക്കി തെരുതെര വീണ് വണങ്ങി ഓതിടേണം എന്നാണ് ഗുരു പറഞ്ഞിരിക്കുന്നത്. അപ്പോ അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ, ഇവിടെ ഈ ലോകത്ത് പ്രപഞ്ചത്തിൽ കാണുന്നതെല്ലാം കാര്യങ്ങളാണ്. അതിനൊരു കാരണമുണ്ട്. ആ കാരണത്തെ നമ്മൾ അന്വേഷിച്ചു പോകുമ്പോൾ മാത്രമേ നമ്മളുടെ ഉള്ളിലുള്ള സ്വരൂപത്തെ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. അതാണ് ഗുരു പറയുന്ന സാധാരണ അറിവിനെയാണ് ഗുരുവിടെ അറിവ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിലും ഏറി അറിഞ്ഞിടുമ്പോൾ, തൻ്റെ അന്തർമുഖമായി തൻ്റെ ഉള്ളിലേക്ക് പോകാൻ നിങ്ങൾക്ക് കഴിവുണ്ടാകുമ്പോൾ, അറിഞ്ഞിടുന്നവൻ, അങ്ങനെ മനസ്സിലാക്കുന്നവൻ. അപ്പോൾ ഉള്ളിലേക്ക് പോകുക എന്ന് പറയുന്നത് നമ്മൾ കണ്ണടച്ചിരിക്കുമ്പോൾ പ്രകൃതി ദൃശ്യങ്ങൾ പാടെ മറയുന്നു. അപ്പോൾ പിന്നെ ദേഹത്തെ പറ്റിയുള്ള ബോധം വരുന്നു. വീണ്ടും ഉള്ളിലേക്ക് പോകുമ്പോൾ ഇന്ദ്രിയങ്ങളെ പറ്റി, ഇന്ദ്രൻ എന്ന് വെച്ചാൽ ജീവന്റെ ഉപകരണമാണ് ഇന്ദ്രിയങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് നമ്മൾ പറയാറുണ്ട്. ആ ഇന്ദ്രിയങ്ങൾ പിന്നീടും മുന്നോട്ട് പോകുമ്പോൾ, പിറകോട്ട് പോകുമ്പോൾ മനസ്സിനെ കാണും. സങ്കല്പം ആണ് മനസ്സെന്ന് പറയുന്നത്. വീണ്ടും ആ മനസ്സിനെ കടന്ന് നമ്മൾ പിറകിലോട്ട് പോകുമ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിയാണ് നമ്മൾ കാണുന്നത്. ഒരു ചെറിയ ചലനം നമുക്ക് അനുഭവപ്പെടും. ആ ബുദ്ധിയും കടന്നു പോകുമ്പോൾ അഹംബോധം, ഞാൻ ആരോ ആണ് എന്നുള്ള ബോധം ആണ് അഹന്ത എന്നും അഹങ്കാരം എന്നും പറയുന്നത്. ഞാൻ ഇന്ന ആളിൻ്റെ മകൾ, എനിക്ക് ഇന്ന ജോലിയുണ്ട്, ഞാൻ ഇത്രയും സ്വത്തിന് ഉടമയാണ്, ഇതെല്ലാം നമ്മുടെ അഭിമാന ബോധമാണ്. അതാണ് അഹങ്കാരം എന്ന് പറയുന്നത്. അതൊരു രാവണന്റെ 10 തല വെച്ചിരിക്കുന്ന രാവണനെ പോലെ നമ്മളങ്ങ് നിൽക്കുകയാണ്. അത്രയും അഹങ്കാരമാണ് നമുക്ക്. ഏതെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അഹങ്കരിക്കുന്നു. ആ അഹങ്കാരത്തെയും കടന്ന് പോകുമ്പോൾ ജീവന്റെ തുടുപ്പ് ഇങ്ങനെ ഉണ്ട് ഇല്ല എന്നുള്ള രീതിയിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കുകയാണ്. ഉള്ളിലേക്ക് ശ്രദ്ധിച്ചിരിക്കുമ്പോൾ ഉണ്ട് ഇല്ല എന്നുള്ള രീതിയിൽ ഒരു ചെറിയ തുടുപ്പ് വരും, പിന്നീട് അതില്ലാതാവും.
വീണ്ടും തുടുപ്പ് വരും, കുറച്ചു നേരത്തേക്ക് കാണൂല, ഇല്ല എന്നുള്ളത്. അതിനും ഒരു ചലനം, വീണ്ടും അല്പം കൂടി താഴ്ന്നിരിക്കുമ്പോൾ ഒന്നുകൂടി ചലനം മന്ദമാകുമ്പോൾ, താഴുമ്പോൾ നമ്മുടെ മുൻപ് മുഴുവനും പ്രകാശം വന്ന് നിറയും. ആ പ്രകാശത്തെയാണ് ഗുരുദേവൻ കേവലത്തിൻ മഹിമ എന്നും നിൻ മഹിമ എന്നും ഒക്കെ പറയുന്നത്. അഹം ആണ് പ്രകാശിക്കുന്നത്. അഹം എന്ന് വെച്ചാൽ പ്രാണൻ, പ്രാണന്റെ തുടുപ്പാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ആ പ്രാണൻ ജ്വലിക്കുക, പ്രകാശിക്കുകയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഈശ്വരൻ എന്ന് പറയുന്ന, ദൈവം എന്ന് പറയുന്ന പ്രകാശമാണെന്ന് കേട്ടിട്ടുണ്ട്. യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, വെളിച്ചമാണ്, ഞാൻ വെളിച്ചമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹിന്ദു മിത്തോളജിയിലും അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് വിചാരിക്കും ഇത് ദൈവത്തിനെ നമ്മൾ കണ്ടു എന്ന് വിചാരിക്കും. അപ്പോഴാണ് വീണ്ടും ചോദിക്കും, പറയുന്നുണ്ട് മുന്നോട്ട് പോകണം, അക്കരെ കടക്കണം എന്ന് പറയുന്നു. ഇവിടെ രണ്ടില്ലേ എന്ന് ചോദിച്ചു. രണ്ടെന്ന് വെച്ചാൽ ദൃശ്യമായ ഒന്ന്, പ്രകാശമായ ദൃശ്യവും ഉള്ളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഇന്ദ്രിയ ചക്ഷുസ് അല്ല, ജ്ഞാന ചക്ഷുസ് കൊണ്ടാണ് നമ്മൾ കാണുന്നത്. ആ കാണലും അവിടെ ഉണ്ട്, കാണുന്നവനുമുണ്ട്. അപ്പോൾ ദൃശ്യവുമുണ്ട്, കാണുന്നവനുമുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് അവിടെ ദ്വൈതമുണ്ട്, രണ്ടുണ്ട്. ദൈവം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ശരിയായ അറിവ് എന്ന് പറയുന്നത് ഒന്നാണ്, ഏകമാണ്, അനശ്വരമാണ്, അത് ജ്വലിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അവിടെ ചെന്ന് എത്തേണ്ടിയിരിക്കുന്നു. വീണ്ടും വളരെ നേരം ക്ഷമയോടുകൂടി നമ്മൾ കാത്തിരിക്കുമ്പോൾ നമ്മൾ ആ ആഴമേറും നിൻ മഹസ്സാം ആഴിയിൽ നമ്മൾ മുഴുകുന്നത് അറിയാം. ആ മഹസ്സിൽ, ആ പ്രകാശത്തിൽ നമ്മൾ ആണ്ടുപോകും. ഏതുപോലെ ഒരു നദി വന്ന് കടലിൽ ചേർന്നാൽ നദിയില്ല, കടലേ ഉള്ളൂ. അതുപോലെ വ്യക്തിബോധമാകുന്ന ഞാൻ, അന്വേഷകനായ ഞാൻ അന്വേഷിച്ച് ചെന്ന് ആ പ്രകാശത്തെ കാണുകയും പ്രകാശത്തിൽ അലിഞ്ഞു ചേരുകയും ചെയ്യുമ്പോൾ ഞാൻ അതായി മാറുകയാണ് ചെയ്യുന്നത്. ഞാൻ എന്നുള്ള വ്യക്തിബോധമില്ല, ആ അവസ്ഥയാണ് ഉണ്ടാകുന്നത്. അതാണ് ഗുരു പറയുന്നത്, അറിവിലും ഏറി അറിഞ്ഞിടുന്നവൻ തൻ ഉരുവിലും ഒത്തു പുറത്തു മുച്ചലിക്കും. തൻ്റെ ഉരുവിലും, തൻ്റെ ശരീരത്ത് ആ സമയത്ത് ആ അന്വേഷകൻ നോക്കുകയാണെങ്കിൽ താൻ പ്രകാശിച്ച് നിൽക്കുന്ന, താൻ ശരീരം വിടും, തരംഗമായി, പ്രകാശ തരംഗമായി ജ്വലിച്ചു നിൽക്കുന്നത് അവൻ കാണും. നാം തന്നെ നമ്മെ തൊഴുതു പോകുന്ന നിമിഷങ്ങളാണ് അത്. പിന്നെ ചെറിയ കണ്ണിങ്ങനെ പാതി തുറന്നതുപോലെ നമ്മൾ നോക്കുമ്പോൾ ഓരോ വസ്തുവിലും, അട്ടയെ നോക്കിയാലും കമ്പിൽ നോക്കിയാലും ഏതിൽ ചെടികളിൽ നോക്കിയാലും പ്രകാശം ഉയർന്നു താഴുന്നത് കാണാം. അല്ല, വെണ്ണ ചൂട് പിടിപ്പിക്കുമ്പോൾ അതിൽ നിന്ന് നെയ് പുറത്തു വരുന്നത് പോലെ ഓരോ ചെടികളിലും പ്രകാശം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് മനസ്സിലാകും, ഞാനും മൺതരിയും മലമായിരുന്നാലും അതിൽ നോക്കിയാലും ഈ പ്രകാശത്തെ കാണും, എല്ലാം പ്രകാശമാണ്. അപ്പോൾ എല്ലാം ബോധമാണ്, അറിവാണ് എന്ന്, ആത്മമാണ് എന്ന സത്യം നമ്മൾ അറിയുന്നു. അപ്പോൾ ഇതാണ് ആത്മ ഉപദേശത്തില് ആദ്യം തന്നെ എന്താണ് നിങ്ങൾക്ക് നേടിയെടുക്കുന്നത് എന്ന് പറഞ്ഞതിന് ശേഷം ഗുരു പറയുകയാണ്, ഇതെങ്ങനെയാണ് നമ്മൾ നേടേണ്ടത്. കരുവിന് കണ്ണുകൾ 5 ഉള്ളടക്കി തെരുതര വീണു വണങ്ങി ഓതിടേണം. കരു എന്ന് വെച്ചാൽ ബ്രഹ്മം അല്ലെങ്കിൽ ആത്മം, പരമമായത്, അറിവ് എന്നൊക്കെ ഉള്ള അർത്ഥത്തിൽ ആണ് പറഞ്ഞിരിക്കുന്നത്. കരുവിന് കണ്ണുകൾ 5 ഉള്ളടക്കി. കണ്ണുകൾ 5, നമുക്ക് പഞ്ചേന്ദ്രിയങ്ങളുണ്ട്. ശബ്ദ, സ്പർശ, രൂപ, രസം, ഗന്ധം. ഇതാണ് പഞ്ചേന്ദ്രിയങ്ങളുടെ തന്മാത്രകൾ എന്ന് പറയുന്ന. ആ പഞ്ചേന്ദ്രിയങ്ങളെ അടക്കാൻ നമുക്ക് കഴിയണം. കരുവിന് കണ്ണുകൾ 5 ഉള്ളടക്കി. അപ്പൊ ചെവിയാണ് ശബ്ദത്തിൻ്റെ ഇത്.
വായു എന്നാണ് നമ്മളെ സ്പർശിച്ചു പോവുകയാണ്. കണ്ണ് പ്രകാശത്തിൻ്റെതാണ്, അഗ്നിയുടേതാണ്. ആ അഗ്നി. പിന്നീട് നാവ് എന്ന് പറയുന്നത് രസത്തിൻ്റെയാണ്, ജലത്തിൻ്റെയാണ്. ഗന്ധം, ഭൂമി, തത്വം. അപ്പൊ തന്നെ ഈ 5 പഞ്ചേന്ദ്രിയങ്ങളും കൊണ്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ അറിയുന്നത്. അതിനെ ഗുരു ഇവിടെ കണ്ണുകളായിട്ടാണ് ചിത്രീകരിക്കുന്നത്. നമുക്ക് ജ്ഞാനമാകുന്ന കണ്ണുകൾ. കണ്ണ് എന്ന് വെച്ചാൽ അറിവ് നമുക്ക് പ്രദാനം ചെയ്യുന്നവയാണ്. അത് കണ്ണുകൾ 5 ഉള്ളടക്കി. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കണ്ണുകൾ അടക്കുമ്പോൾ നമുക്ക് പ്രപഞ്ച ദൃശ്യങ്ങൾ ഇല്ലാതാകുന്നു. അപ്പോൾ കണ്ണ് ആ സമയത്ത് ഉള്ളിലേക്ക് വലിഞ്ഞിട്ടാണ് നമുക്ക് പുറമേക്ക് തള്ളി നിൽക്കുകയല്ല ചെയ്യുന്ന, ഉള്ളിലേക്ക് വലിയുന്നു. അതുപോലെ ചെവി എന്ന് പറയുന്നതും ഗാന്ധാരി, അസ്ഥിജിഹ്വ എന്ന് പറയുന്ന ഇടതും വലതുമായിട്ടുള്ള ഈ ചെവികൾ ഉള്ളിലേക്ക് വലിയുന്നു. ഇടതുവശത്ത് പിങ്കള എന്ന് പറയുന്ന മൂക്കിൻ്റെ അവിടെ വന്ന് ചേരുന്ന നാഡികളുണ്ട്, അതും ഉള്ളിലേക്ക് വലിയുന്നു. നാവ് അണ്ണാക്കിനോട് ഒട്ടിപ്പിടിച്ചിരിക്കും. അവിടെ ഇങ്ങനെ ഒരു തൂങ്ങിക്കിടക്കുന്ന ഒരു സാധനമുണ്ട്, അതുമായിട്ട് ഇവിടെ ഒരു ചെറിയ ദൂരമുണ്ട്, അതിൽ ലോക്ക് ചെയ്ത് നാവ് സംസാരിക്കാനേ ഒക്കില്ല നമുക്ക്. ആ രീതിയിൽ ലോക്ക് ചെയ്ത് അടക്കാം. അങ്ങനെ നമ്മുടെ തൊലിയും ഉള്ളിലേക്ക് വലിയുന്നു. തൊലി എന്ന് പറയുന്ന ആ സമയത്ത് നമ്മുടെ തരംഗമായി അങ്ങ് മാറുകയാണ് ചെയ്യുന്നത്. പതുക്കെ പതുക്കെ തരംഗമായി മാറുകയാണ്. അങ്ങനെ ഇതെല്ലാം തരംഗമായി, പ്രകാശ തരംഗമായി ഉള്ളിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അതിനാണ് പറയുന്നത് കരുവിന് കാരണക്കാരിയായിട്ടുള്ള, ഏതിനും കാര്യമുണ്ട് അതിന് കാരണമായിട്ടുള്ളത്. തമിഴ് പദങ്ങളും ഗുരു ഉപയോഗിച്ചിട്ടുണ്ട്. തമിഴും സംസ്കൃതവും ഒക്കെ മനോഹരമായി കൈകാര്യം ചെയ്യുന്ന ആളായിരുന്നു ഗുരു. അതുകൊണ്ട് ഗുരു പറയാണ് കരുവിന് കണ്ണുകൾ 5 ഉള്ളടക്കി ഉള്ളിലേക്ക് അടക്കം ചെയ്ത് അന്തർമുഖരായിട്ട്, ബഹിർമുഖമായിട്ട് പുറത്തേക്കല്ല, ഉള്ളിലേക്ക് അടക്കി തെരുതെര വീണു വണങ്ങി ഓതിടേണം തെരുതെരെ. ഇത് ഒരു ദിവസം ചെയ്താൽ പോരാ, തുടർച്ചയായിട്ട് ചെയ്യണം. ഈ സംഭവം നമ്മൾ ഒരു കാര്യത്തിന്, ഒരു വലിയ ശ്രേഷ്ഠമായ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ തുടർച്ചയായിട്ട് ചെയ്യണം. ഒരു ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ ഒരു ദിവസം പോയാൽ പോരാ, ദിവസവും ചെയ്യണം. അതിനേക്കാൾ എത്രയോ വലിയ ശ്രേഷ്ഠമായ നമ്മുടെ സ്വരൂപത്തെ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുകയാണ് നമ്മൾ. അപ്പോൾ ഇത് തുടരെ ചെയ്യണം. വീണ് വണങ്ങി നമ്മൾ സമർപ്പണ മനോഭാവത്തോടുകൂടി, കുറച്ച് ഭാഗം, 100% ഇല്ല, കുറച്ച് 25% എൻ്റെ മനസ്സിനെ ഞാൻ ഇവിടെ സമർപ്പിക്കുന്നു. അങ്ങനെയല്ല, ഓരോ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നമുക്ക് മനസ്സ് അതിലേക്ക് കൊണ്ടുപോകാം. ഈ പ്രവൃത്തി ചെയ്യുന്നത് എൻ്റെ ശരീരമാണ് അല്ല, എൻ്റെ ഉള്ളിലെ ആ എനർജിയാണ്, ആ ഊർജ തരംഗമാണ്. ആ ഊർജ തരംഗം എവിടെ നിന്ന് വരുന്നു? എൻ്റെ ഉള്ളിലുള്ള പ്രകാശത്തു നിന്നാണ് വരുന്നത്. ആ അറിവ്, ശരിയായ അറിവിൽ നിന്ന്, ആത്മത്തിൽ നിന്നാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ വിനയാന്വിതരായി തീരുന്നു. കാരണം ഇത് അവിടെ നിന്നാണ് തരുന്നത്. ആശയം എന്ന് പറയുന്ന ഞാനല്ല ഈ ഊർജ തരംഗം, ഞാനല്ല ഇത് ചെയ്യുന്നത്, അവിടെ നിന്നാണ് ചെയ്യുന്നത്, അവിടെ നിന്നാണ് ഇതെല്ലാം തരുന്നത് എന്ന് വരുമ്പോൾ വീണു വണങ്ങുന്നു, നമുക്ക് വിനയാന്വിതമായിത്തീരുന്നു. കാരണം വിനയം ഇതിൻ്റെ ഏറ്റവും നല്ല, ഉള്ളിലേക്ക് പോകാൻ ഏറ്റവും നല്ല ഒരു ഗുണമാണ്. നമുക്ക് അറിവില്ലാത്തത് കൊണ്ടാണ് നമ്മൾ അഹങ്കാരികളായി മാറുന്നത്. ഉദ്ദാലക മഹർഷി മകനോട് ചോദിച്ചു, 12 വർഷം കഴിഞ്ഞ് വന്നപ്പോൾ ചോദിച്ചു, നീ ഇതുവരെ അറിയേണ്ടത് അറിഞ്ഞില്ലേ കുഞ്ഞെ? നീ നേടേണ്ടത് നേടിയില്ലേ? എന്തുകൊണ്ടാണ് നിനക്ക് ഈ ഭാവം എന്ന് പറയാം. അപ്പോൾ അറിവ് നമ്മളിൽ വന്ന്, ശരിയായ അറിവാണ് നിങ്ങളിൽ വന്നു ചേരുന്നതെങ്കിൽ നിങ്ങൾ വീണ് വണങ്ങും. നിങ്ങൾ ഉള്ളിലേക്ക് വണങ്ങുന്ന ഒരു ഭാവം വരും. അപ്പോൾ ഇതിലേക്കും നിങ്ങൾ ഉള്ളിലേക്ക് പോകുമ്പോൾ നിങ്ങൾ വിനയാന്വിതരായിട്ടാണ് പോയിട്ട് ഓതിടേണം എന്ന് വെച്ചാൽ പറയണം, മനനം ചെയ്യണം, വീണ്ടും വീണ്ടും ചിന്തിച്ച് എടുക്കണം. അപ്പോൾ ഇവിടെ ഈ 2 അർത്ഥത്തിൽ ഓതിടുക എന്ന് പറയുക ഏതെങ്കിലും ഒരു മന്ത്രം നമുക്ക് കൂട്ടായിട്ട് വരാം. പല മന്ത്രങ്ങൾ നമ്മൾ ചൊല്ലണമെന്നില്ല.
ഒരു മന്ത്രം തന്നെ ആവർത്തിച്ച് പറയുമ്പോൾ അതിന് വലിയൊരു ശക്തി ഉണ്ടാകുന്നത് നാം അറിയും. അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മമാണ്. അഹം ബ്രഹ്മാസ്മി, ഞാൻ രാത്രി ഉറങ്ങുന്ന സമയത്ത് എത്ര മണിക്കൂർ, 8 മണിക്കൂറാണെങ്കിലും ഞാൻ പറഞ്ഞു കിടക്കുമ്പോൾ ആ രാത്രി മുഴുവനും ആശയം എന്ന് പറയുന്ന ബോധം ഇല്ലാതായിരുന്നാലും, കോൺഷ്യസ് മൈൻഡ് 10% ഒക്കെയുള്ള കോൺഷ്യസ് മൈൻഡ് പോയാലും ഉപബോധ മനസ്സിൽ അത് മന്ത്രിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ അച്ഛൻ്റെ കാലിൽ എണ്ണയിടുന്ന സമയത്തും, ഞാൻ ആരെങ്കിലും പ്രേമിക്കുകയാണെങ്കിൽ ആ ആളിനെ പറ്റി ആ സമയത്ത് സ്മരിക്കാം. അതേപോലെ ഒരു 25% മനസ്സ് മാത്രം ആ ഓരോ പ്രവൃത്തിയും ചെയ്യുമ്പോൾ അവിടെ ഉണ്ടായിരുന്നാൽ മതി. ബാക്കിയുള്ളത് അതാരാണ് ചെയ്യുന്നത് എന്നുള്ള ഒരു ബോധം വരുമ്പോൾ തന്നെ, ആ ചിന്ത വരുമ്പോൾ തന്നെ, ആത്മത്തിലേക്കുള്ള നമ്മുടെ ചിന്ത വരുമ്പോൾ തന്നെ നമ്മളിൽ ഒരുപാട് മാറ്റമുണ്ടാക്കും. അങ്ങനെ ഉണ്ടാക്കിയാണ് നമുക്ക് ഇതിലേക്ക് പോയി നേടാൻ സാധിക്കുന്നത് എന്നാണ് ഗുരു ആദ്യ ശ്ലോകത്തിലൂടെ വ്യക്തമാക്കുന്നത്. എന്താണ് നേട്ടം എന്ന് വെച്ചാൽ, ജീവിതത്തിൽ ഉയർച്ച, താഴ്ച, ദുഃഖം, സന്തോഷം, ഇതെല്ലാം എല്ലാവർക്കും വരുന്നതാണ്. നമ്മൾ അറ്റാച്ച്മെൻ്റ് കൊണ്ട്, രാഗം കൊണ്ട്, ആളുകളോടുള്ള അടുപ്പം കൊണ്ട് നമുക്ക് ഉണ്ടാകുന്നതാണ്. അപ്പോഴൊക്കെ മകൻ വഴക്കു പറയുക, ഭർത്താവ് വഴക്കു പറയുക, സമൂഹത്തിൽ നിന്ന് കിട്ടുക, ആ സമയത്തൊക്കെ നമ്മൾ തളരും. പക്ഷെ ഈ ഒരു അവസ്ഥയിൽ വന്നാൽ അത്ഭുതപ്പെട്ടു പോവും. നീതി ദേവത ഇങ്ങനെ ഒരു കയ്യിൽ ത്രാസ് വെച്ചിരിക്കുന്നില്ലേ, അത് ചലിക്കുകയില്ല. അതുപോലെ സമനിലയിൽ, ഗുരു സമനില എന്നാണ് അതിന് സമനിലയിൽ നിൽക്കാൻ നമുക്ക് സാധിക്കും. ജീവിതത്തിൽ ഏത് പ്രശ്നം വന്നാലും കുലുങ്ങാതെ നിൽക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ആത്മം അറിയുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ നേട്ടം. മനസ്സ് ശാന്തമായിരിക്കും, കോട്ടമുണ്ടാകുന്നില്ല. ദുഃഖം വന്നാലും, കണ്ണു മഹർഷി ശകുന്തള പിരിയുന്ന സമയത്ത് ചെറിയൊരു കണ്ണുനീർ വന്നു, പക്ഷേ ആഴത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നില്ല. നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രശ്നം വരുമ്പോഴും ഭൂമിദേവി പുലർന്ന് സീതാദേവിയെ കൊണ്ടുപോകുന്നത് പോലെ നമ്മുടെ ബോധതലത്തിൽ നിന്ന്, ബോധ മനസ്സിൽ നിന്ന് ഉപബോധ മനസ്സിലേക്ക് ആണ്ട് ഇറങ്ങിക്കൊണ്ടുപോയി തണുപ്പ് പ്രദാനം ചെയ്യാനും സ്നേഹം പകരാനും ഈ ശക്തിക്കാകും. അതുകൊണ്ടാണ് ഗുരു എഴുതി വച്ചിരിക്കുന്നത്. ഇത് വായിക്കുകയോ കാണാതെ പഠിക്കുകയോ പരീക്ഷ എഴുതുകയോ എന്ന് മാത്രമല്ല, ജീവിതത്തിൻ്റെ അന്തസ്സത്തെ അറിയുമ്പോൾ മനുഷ്യജന്മം കിട്ടിയിരിക്കുകയാണ്. വിവേകം എന്ന് പറയുന്ന ഒരു ശക്തിയുണ്ട്, ആ വിവേകം എന്ന് പറയുന്ന ബുദ്ധിയുണ്ട്. ഏതാണ് സത്യം, ഇവിടെ നിത്യമുണ്ടോ അനിത്യമുണ്ടോ എന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് പോകാം. ഈ കണ്ണുകൾ 5 ഉള്ളടക്കി, 5 ഇന്ദ്രിയങ്ങളെ പറ്റിയാണ് അവിടെ പറയുന്നത്. സാധനയിൽ ശമം, ദമം എന്ന് പറയുന്ന രണ്ടാമത്തെ ഒരു സാധനയാണ് ഇന്ദ്രിയങ്ങളെ അടക്കം ചെയ്യുക. അതാണ് ഈ ശ്ലോകത്തിലൂടെ ഗുരു പറഞ്ഞിരിക്കുന്നത്. ഗുരുവിൻ്റെ ആത്മോപദേശ ശതകത്തിൻ്റെ 4ാമത്തെ ശ്ലോകമാണ് ഇനി നാം പഠിക്കാൻ പോകുന്നത്. അറിവും അറിഞ്ഞിടും അർത്ഥവും പുമാൻ തന്നറിവും ഒരാദിമഹസ്സു മാത്രമാകും. വിരളത വിട്ടു വിളങ്ങും ആ മഹത്താമറിവിൽ അമർന്ന് അതുമാത്രമായിടേണം. അറിവും അറിഞ്ഞിടും അർത്ഥവും പുമാൻ തന്നറിവും. നമുക്ക് ഈ അനുഭവത്തിൽ, അറിവിൽ, ഓരോ അറിവിലും 3 വശങ്ങളുണ്ട്. അതിന് ത്രിപുടി എന്നാണ് പറയുന്നത്. ത്രി എന്ന് വെച്ചാൽ 3, പുടം എന്ന് വെച്ചാൽ വശം. അതാണ് ത്രിപുടി എന്ന് പറയുന്നത്. അത്രി മഹർഷി എന്ന് പറയുന്ന മഹർഷിക്ക് ഈ ഇത് ഇല്ല, അതുകൊണ്ട് ത്രി ഇല്ല, സത്രി എന്ന് പറയും. നമ്മൾ അത്രി മഹർഷിക്ക് ഈ 3 വശങ്ങളിലൂടെ അല്ല അറിയുന്നത്, ഒന്നായി ആ സത്യത്തെ അറിയുകയാണ്. അതുകൊണ്ടാണ് അപ്പോൾ ഇവിടെ അറിവും അറിഞ്ഞിടും അർത്ഥവും പുമാൻ തന്നെ അറിവും. ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞാലേ ഇത് മനസ്സിലാവുകയുള്ളൂ. ഒരു കുട്ടിയെ കടലിനെ പറ്റി അമ്മ പറഞ്ഞു കൊടുക്കുകയാണ്. കടലെന്ന് പറയുന്നത് ഇങ്ങനെയാണ്,
തിരമാല വരും, നമ്മൾ അടുത്ത് നിന്നാൽ കൊണ്ടുപോകും. അതിൻ്റെ ഉള്ളിൽ മുത്തുകളും പവിഴങ്ങളും കൊണ്ട് അങ്ങ് ഉള്ളിലേക്ക് എന്ന ശാന്തസമുദ്രമാണ്. കുട്ടി കടലിനെ പറ്റി അറിയുന്നു. ഇതിന് അറിവ് എന്ന് പറയുന്നു. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കുട്ടിയെ കൊണ്ടുപോയി കടൽ കാണിക്കുന്നു. ഇത് അറിയപ്പെടുന്നത്, ഇവിടെ അറിയേണ്ടതായിട്ടുള്ള, നേരത്തെ പറ്റി ഒരു അറിവ് കൊടുത്തിരുന്നതാണ് കുട്ടിക്ക്. ആ അറിയേണ്ട സാധനത്തെ കുട്ടി അറിയുന്നു. അതാണ് അറിഞ്ഞിടും അർത്ഥവും എന്ന് പറയുന്നത്. അറിയേണ്ട അർത്ഥവും പുമാൻ തന്നെ അറിവും. ഇതിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് നമ്മുടെ അഹങ്കാരം എന്നൊക്കെ പറയുന്ന നമ്മുടെ ജീവബോധം ഇതറിയുന്നുണ്ട്. പുമാൻ തന്നെ അറിവും. ഇപ്പൊ 3 ഇവിടെ ഉണ്ട്. ഒന്ന് അറിവ്, അറിഞ്ഞിടും അർത്ഥം, പുമാൻ. പുമാൻ എന്ന് വെച്ചാൽ പുരുഷൻ. നമ്മുടെ ഉള്ളിലുള്ള ആ ശക്തിയെ പുരുഷൻ എന്നാണ് പറയുന്നത്. ആ തരംഗങ്ങളെ സ്ത്രീയായിട്ടാണ് ചിത്രീകരിക്കുന്നത്. അപ്പോൾ ഇവിടെ പുമാൻ തന്നെ അറിവും, ആ പുരുഷന്റെ, ആ പുമാന്റെ അറിവും ഒരു ആദിമഹസ്സു മാത്രമാകും. ഈ 3ആയിട്ട് ഇത് തിരിയുന്നു എങ്കിലും ഒരു കാര്യം നമ്മൾക്ക് മനസ്സിലാകണം, ഇതാ ഒരു ആദിമഹസ്സ്. ഇവിടെ ആദ്യമായിട്ട് നിറഞ്ഞിരിക്കുന്ന ഒരു പ്രകാശമുണ്ട്. ആ പ്രകാശമാണ് അത് എന്ന് നമുക്ക് മനസ്സിലാവും. മഹസ് എന്ന് പറയുന്നതാണ് ആ അറിവാണ്. ഒരേ ഒരു അറിവ്, നിശ്ചലമായ ഒരു അറിവുണ്ട്. ആ അറിവിൽ നിന്ന് ഉയർന്നു വരുന്നതാണ് മറ്റുള്ളത്. അതാണ് അറിയപ്പെടുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ചെന്ന് ചേരാൻ സാധിക്കും. ഓരോരുത്തർക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അന്തർമുഖമായി നമുക്ക് പോവുകയാണെങ്കിൽ നമുക്കിതുപോലെ കണ്ടുപിടിക്കാൻ നമുക്ക് സാധിക്കും. ഇതുണ്ടോ, ഇവിടെ സത്യമുണ്ടോ? സത്യം തന്നെയാണ് ഈ അറിവ് എന്ന് പറയുന്നത്. ഇത് കണ്ടുപിടിക്കാൻ പറ്റുമോ? കാണാൻ പറ്റും. നേരത്തെ പറഞ്ഞ വഴികളിലൂടെ 8ാമത് ചെന്നെത്തുമ്പോഴാണ് ഈ അറിവിനെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അറിവും അറിഞ്ഞിടും അർത്ഥവും പുമാൻ തന്നെ അറിവും ഒരു ആദിമഹസ്സു മാത്രമാവും. അപ്പോൾ ഇതിന് സംസ്കൃതത്തിൽ വേദാന്തത്തിൽ പറയുന്നത് ജ്ഞാനം എന്ന അറിവ്, ജ്ഞേയം അറിയപ്പെടുന്നത്, അറിയേണ്ടത്, ജ്ഞാതാവ്, പുമാൻ തന്നെ അറിവ്. അപ്പോൾ ഈ രീതിയിലാണ് അറിവ് 3ആയി വേർതിരിഞ്ഞിട്ടാണ് കാണുന്നത്. വിരളത വിട്ട് വിളങ്ങും ആ മഹത്താം അറിവിലമർന്ന് അതുമാത്രമായിടേണം. വിരളത, ഒരു തടസ്സവും ഇല്ലാത്ത വിളങ്ങി നിൽക്കുന്നതാണ്. അത് ആരും ദീപം കത്തിക്കുകയോ ഒന്നുമല്ല ചെയ്യുന്നത്. നമ്മുടെ ഉള്ളിലേക്ക് പോകുമ്പോൾ ഒരു പ്രകാശത്തിലാണ്, പ്രകാശ സമുദ്രത്തിലാണ് നാം നിൽക്കുന്നത്. ആ പ്രകാശം എന്ന് പറയുന്നത് ഒരു തടസ്സവുമില്ലാതെ, വിരളത വിട്ട് ഒരു തടസ്സവുമില്ലാതെ വിളങ്ങി നിൽക്കുന്ന ആ മഹത്താം അറിവില് ഗുരു ഏതെല്ലാം പദം ഉപയോഗിക്കുന്നു എന്നാണ്. മഹത്താം അറിവ്, ആദിമഹസ്, കരു എന്നൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ആ മഹത്താം അറിവില് അമർന്നിട്ട് അതുമാത്രമായിടണം. നമ്മൾ അങ്ങ് അലിഞ്ഞ്, നേരത്തെ പറഞ്ഞതുപോലെ അതുമാത്രമായിടണം. പഞ്ചസാര വെള്ളത്തിൽ വീണ പഞ്ചസാരയ്ക്ക് അറിയാം വെള്ളത്തിൽ കിടക്കുന്നു എന്ന്. കുറച്ച് സമയം കഴിയുമ്പോൾ അതങ്ങ് അലിഞ്ഞു ചേർന്നാൽ പഞ്ചസാര അവിടെ ഇല്ല, അറിയാൻ ആളില്ലാത്ത ഒരവസ്ഥയുണ്ടാകും. അതാണ് ഗുരു ഈ ശ്ലോകത്തിലൂടെ പറയുന്നത്. അറിവും അറിഞ്ഞിടും അർത്ഥവും പുമാൻ തന്നെ അറിവും ഒരാദിമഹസ്സു മാത്രമാകും. വിരളത വിട്ട് വിളങ്ങും ആ മഹത്താം അറിവിലമർന്ന് അത് മാത്രമായിടണം. ഇതിനു മുമ്പ് കാരണം ഒരു 5ാമത്തെ ശ്ലോകത്തിലും പറയുന്നു, ഉലകര് ഉറങ്ങി ഉണർന്ന് ചിന്ത ചെയ്യും പലതും ഇതൊക്കെയും ഉറ്റു പാർത്ത് നിൽക്കും വിലമതിയാതെ വിളക്കുതിക്കുകയും പിൻപൊലിയുകയുമില്ല ഇത് കണ്ടുപോയിടണം. നിങ്ങൾ ഇത് കണ്ടിട്ട് പോണം. ആരും കത്തിക്കുകയുമില്ല, ആരും അണയ്ക്കുകയുമില്ല. ആ വിളക്ക് കണ്ടിട്ട് നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും, നിങ്ങളുടെ ചിന്തകളും, ഉലകർ ഉറങ്ങുന്നത്, ഉണരുന്നത്, ചിന്ത ചെയ്യുന്നത് മുഴുവനും കണ്ടുകൊണ്ടിരിക്കുന്ന അതാണ് ആ ആദിമഹസ് എന്ന് പറയുന്നത്. ആദിമഹസിന്റെ അത് കണ്ടിട്ട് വിലമതിക്കാത്ത ഈ വിളക്ക്, അനശ്വരതയുടെ ഈ വിളക്ക് കണ്ട് നിങ്ങൾ ഈ ലോകത്തുനിന്ന് പോകണം. അല്ലെങ്കിൽ ഒരു മനുഷ്യജന്മം തന്നത് വെറുതെയായി പോവും. പ്രകൃതി നമ്മളെ സൃഷ്ടിക്കുമ്പോൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇവനിത് ഈ സത്യം കണ്ടെത്തുമോ? ഒരു മണൽ കൂമ്പാരത്തിൽ ഒരു സ്വർണം ഇട്ടിരുന്നാൽ നമ്മൾ കുട്ടികൾ ചെയ്യുന്നത് നോക്കിക്കൊണ്ടിരിക്കും, അവ അത് കണ്ടെത്തുമോ? അതുപോലെ പ്രപഞ്ച ശക്തി
അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തികളും വില ഇട്ടുകൊണ്ടിരിക്കുകയാണ്, മാർക്കിട്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. ഇനി 9ാമത്തെ ശ്ലോകത്തിൽ ഇരുപുറവും വരുമാറവസ്ഥയെ പൂത്തൊരു കൊടി വന്നു പടർന്നുയർന്നുമേവും തരുവിനടയ്ക്ക് തപസ് ചെയ്തു വാഴും നരനു വരാ നരകം നനച്ചിടേണം. ഇവിടെ ഒരു വലിയ ഒരു രഹസ്യം, ആത്മീയമായ രഹസ്യം ഗുരു പറയുകയാണ് ചെയ്യുന്നത്. ഒരു കുണ്ടലിനി ശക്തി എന്ന് പറയുന്ന ഒരു ശക്തി, കുണ്ടലിനി പാട്ടിൽ ഗുരു അത് വ്യക്തമാക്കിയിട്ടുണ്ട്, വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഇതിൽ ആ കുണ്ടലിനി ശക്തി നമ്മുടെ ബേസിക് ചക്ര എന്ന് പറയും, മൂലാധാര ചക്രയിൽ 8 മടക്കോടുകൂടി ഒരു പാമ്പിൻ്റെ പോലെ കിടക്കുകയാണ്. അതൊരു പ്രാണശക്തിയാണ്, അസാധാരണമായ ശക്തിയാണത്. പക്ഷെ അതവിടെ കിടക്കുകയാണ്. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമ്മൾ നമുക്ക് പോയി നോക്കുമ്പോൾ അറിയാം, നമ്മുടെ പ്രാണൻ ഒരു അണുവായിട്ട് ഹാർട്ട് ചക്രയുടെ ഉള്ളിലേക്ക് പോവുകയും നമ്മൾ വികസിക്കുകയും ഒക്കെ ചെയ്യുന്നതുണ്ട്. അപ്പോൾ നമ്മൾ ആ ശ്വാസത്തെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കാം, പ്രാണനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കാൻ. പ്രാണൻ ഉണ്ടാക്കുന്ന ചലനമാണ് ശ്വാസം എന്ന് പറയുന്നത്. ഈ പ്രാണനെ കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ നോക്കിയിരിക്കുമ്പോൾ നിങ്ങളുടെ ഈ പ്രാണൻ 2ആയിട്ട് തിരിയുന്നത് നിങ്ങൾക്ക് കാണാം. ഒന്ന് അപാനനായിട്ട് താഴോട്ട് പോണ്, ഒന്ന് മുകളിലേക്ക് പ്രാണനായിട്ട് പോണ്. ഒന്ന് ചൂടുള്ളത്, ഒന്ന് തണുത്തതാണ്. അത് താഴോട്ട് പോയി ഈ കുണ്ടലിനി എന്ന് പറയുന്ന ഈ പ്രാണശക്തി ഇതിനെ ഭക്ഷിച്ചുകൊണ്ടാണ് കിടക്കുന്നത്. അത് സുഖകരമായി അവിടെ കിടക്കുകയാണ്. നമ്മൾ ഇതിനെ ശ്രദ്ധിക്കാം, പ്രാണനെ ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ, പതുക്കെ ശ്വാസത്തെ നിരീക്ഷിക്കാൻ തുടങ്ങുമ്പോൾ പതുക്കെ ഈ ശ്വാസം ഈ രണ്ടും കൂടെ ഒന്നിച്ച, പ്രാണൻ അപാനൻ എന്ന് പറഞ്ഞ് വേറിട്ട് നിൽക്കുന്നത് രണ്ടും കൂടെ ഒന്നായി. മുഹമ്മദ് ബഷീർ പറയുന്നത് പോലെ ഒന്നും ചേർന്ന ഒരു വലിയ ഒന്നായി തീരുന്നത് പോലെ രണ്ടും കൂടെ ചേർന്നിട്ട് ഒരു വലിയ ഒന്നായി ചലിക്കാതെ നിൽക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും പോകില്ല, ഇങ്ങനെ ചലിക്കാതെ. വീണ്ടും നമ്മളത് ശ്രദ്ധിച്ചു വരുമ്പോൾ അത് ചെറിയ ഒന്നാവും, പിന്നെ പിന്നെ ഒരു അണുവായി മാറും. ഗുരു പറയുന്ന അണു അറിവിൻ മഹിമാവിൽ അംഗമില്ലാതണയും അഖണ്ഡവും ഒന്ന് പൂർണ്ണമാകും എന്നൊക്കെ പറയുന്നത് ആ അവസാനത്തെ ഭാഗത്ത് പറയുന്ന വരികളാണിത്. അണു അറിവിൻ മഹിമാവിൽ നമ്മളിങ്ങനെ അണുവാകും, ഒരു തന്മാത്രയാകും, എന്നിട്ട് ഹാർട്ട് ചക്രയിലേക്ക് കയറിപ്പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ ഭക്ഷിച്ചുകൊണ്ട് നമ്മൾ ശ്വാസത്തെ ശ്രദ്ധിക്കുന്ന സമയത്ത് ഈ അപാനനെ കിട്ടാതെ വരുമ്പോൾ, അത് ഭക്ഷിക്കാൻ കിട്ടാതെ വരുമ്പോൾ ഈ കുണ്ടലിനി എന്ന് പറയുന്ന ശക്തിക്ക്, പ്രാണശക്തിക്ക് ദേഷ്യം വരികയാണ്. അതൊരു പാമ്പിനെ പോലെ ഇങ്ങനെ തല ഉയർത്തി ചീറ്റുകയാണ് എന്നിട്ട് നട്ടലിൻ്റെ പിറകിൽ സമാന്തരമായിട്ട് നിൽക്കുന്ന അതിനെ തൊട്ടുകൊണ്ടല്ല നിൽക്കുന്ന ഒരു ശക്തി, ഒരു നാഡിയുണ്ട്. 72,000 നാഡിയാണ് മനുഷ്യനുള്ളത്. അതിൽ ഏറ്റവും വലിയ ഒരു നാഡിയാണ് ഈ സുഷുമ്നാ നാഡി എന്ന് പറയുന്നത്. ഇതിലേക്ക് ഇതിങ്ങനെ പതുക്കെ കയറുമ്പോൾ ഓരോ ആധാരശിലയിൽ അവിടെ വരും 6 അവസ്ഥയെ, ഓരോ ആധാരശലം സ്ഥലം കാരണം മൂലാധാരം, സ്വാധിഷ്ഠാനം, അതിന് സെക്ഷൽ ചക്ര എന്നാണ് പറയുന്നത്. സ്വാധിഷ്ഠാനം, മണിപൂരകം, നേവൽ ചക്ര, ഹേർട്ട് ചക്ര, അനാഹതം, ത്രോട്ട് ചക്ര, ആഞ്ജന ചക്ര എന്ന് വെച്ചാൽ ആജ്ഞാചക്ര, ഇവിടെ വിശുദ്ധി ചക്ര. അപ്പൊ ഇത് 6 സ്ഥലത്തും വന്ന് ഇത് ഇരിക്കുക മാത്രമല്ല, ഇത് പോകുമ്പോൾ ഒരു പാമ്പിൻ്റെ കണക്ക് വളഞ്ഞാണ് പോകുന്നത്. അതാണ് പറയുന്നത്. ആ സമയത്ത് ഇതിൽ നിന്ന് പ്രകാശം, പ്രാണാഗ്നി ആണത്, അതിൽ നിന്ന് പ്രകാശം ഇങ്ങനെ ചൊരിഞ്ഞുകൊണ്ടാണ് അത് പോകുന്നത്. അപ്പൊ അത് അതിനകത്തൂടെ കയറി ഇങ്ങനെ വളയുമ്പോൾ ഇരുപുറവും വരുമാറ് അവസ്ഥയെ പൂത്തൊരു കൊടി വന്ന് പടർന്നുയർന്നു മേവും. പൂത്തു നിൽക്കുന്ന ഒരു കൊടി വന്ന് എപ്രകാരമാണോ മേവുന്നത്, പടർന്നുയർന്നു മേവുക, ഇങ്ങേറ്റം വരെ വരികയാണത്. ആജ്ഞാചക്ര തലച്ചോറ് വരെ വരികയാണ്. അപ്പോൾ ഇതിങ്ങനെ വരുന്ന അവസ്ഥയിൽ ഉണ്ടാകുന്ന
പ്രകാശത്തെ പറ്റിയാണ്. അതിൽ ഇരുപുറവും വരുമാറവസ്ഥയെ പൂത്തൊരു കൊടി വന്നു പടർന്നുയർന്നു മേവും. അങ്ങനെ മേവുകയാണ്, അവിടെ ഓരോ സ്ഥലത്ത് വിശ്രമിക്കുകയാണ്. അപ്പോൾ ആദ്യം മൂലാധാര ചക്ര. അപ്പോൾ ഒക്കെ ഈ അന്വേഷിക്ക് പല അനുഭവങ്ങൾ ഉണ്ടാകുകയാണ്. സുഖം ചൂട് തോന്നുന്നു, തണുപ്പ് തോന്നുന്നു, അങ്ങനെ വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. എന്നിട്ട് അത് സ്വാധിഷ്ഠാനം, സെക്ഷൽ ചക്ര. ഇത് കഴിയുമ്പോൾ ഇവിടെ ഇവിടെ നേവൽ ചക്ര എന്ന് പറയുന്ന പൊക്കിളിന് 4 ചുറ്റും ഉള്ളതാണ്. നേവൽ ചക്ര എന്ന് പറയുന്ന മണിപൂരകം, മണിയുടെ പൂരകമായിട്ട് നമുക്ക് കാണാൻ പറ്റും. സ്വർണ്ണ മണികൾ, പൊക്കിൾ എന്ന് പറയുന്ന മാംസം അവിടെ ഇല്ല, ഇത് കിടന്ന് നൃത്തം ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. മണിപൂരകം, അതുകൊണ്ട് മണികളുടെ പൂരകം എന്നാണ് അതിന് പറയുന്നത്. അങ്ങനെ അവിടെ അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത സ്ഥലത്ത് വന്ന് വിശ്രമിക്കുന്നു. ഹോട്ട് ചക്രയില് അതിന് അനാഹതം എന്നാണ് പറയുന്നത്. അല്ല, ആഹതം, ആരും ഉണ്ടാക്കുന്ന ശബ്ദമല്ല, അല്ലാതെ പൊന്തുന്നത്, ആഹതമായിട്ടുള്ളത്, വന്നു ചേരുന്ന ശബ്ദം. അതൊരു ശബ്ദതരംഗമായിട്ടല്ല വരുന്നത്, ഒരു വിചാരധാരയായിട്ടാണ് അന്വേഷകന്റെ ഉള്ളിലൊക്കെ ഇത് കേൾക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മണിയൊച്ച, 1000 പാദസ്വരങ്ങളുടെ ശബ്ദം കേൾക്കും, 8 ശബ്ദം കേൾക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ പാദസ്വരങ്ങളുടെ ശബ്ദം, വേണുനാദം, വീണാനാദം, ദുന്ദുഭിനാദം, മദ്ദളത്തിൻ്റെ ശബ്ദം, അധിക വിശാല മരുപ്രദേശം ഒന്നായി നദി പെരുകുന്നത് പോലെ വന്നു നാദം ശ്രുതികളിൽ വീണ് തുറക്കും അക്ഷി എന്നും യഥമേലും യതിവര്യനായിടണം. മരുഭൂമിയിലേക്ക് എപ്രകാരമാണോ വെള്ളം വന്നു ചേരുന്നത്, അതുപോലെയുള്ള ശബ്ദം മേഘനാദം. ഇങ്ങനെ ഉള്ള ശബ്ദങ്ങൾ കൊണ്ട് മുഖരിതമായി ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് അന്വേഷകൻ പോകും. അപ്പോൾ ഇവിടെ പറഞ്ഞു യഥമിയലും യതിവര, കാരണം ചെവി തുറക്കത്തക്ക വിധത്തിൽ ഈ ശബ്ദമൊക്കെ വന്ന് പ്രണവശബ്ദം, ഓം എന്നുള്ള ആ പ്രണവശബ്ദം 3 പ്രാവശ്യമൊക്കെ നമുക്ക് ഇത് കേൾക്കാൻ ആ സമയത്ത് സാധിക്കും. ഉറച്ചിങ്ങനെ കേൾക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഈ ശബ്ദം എല്ലാം നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മുടെ ഉള്ളിലാണ് എല്ലാ അറിവിൻ്റെ കേന്ദ്രമുള്ളത്, എല്ലാ ശക്തിയും ഉള്ളത്. എല്ലാം ഒളിഞ്ഞിരിക്കുന്നത് മുഴുവനും നമ്മുടെ ഉള്ളിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അതാണ് വിവേകാനന്ദ സ്വാമി പറഞ്ഞത്. കാരണം നിങ്ങൾ മറ്റു പുസ്തകങ്ങളുടെ ഉള്ള വായന നിർക്കും, നിങ്ങളുടെ ഉള്ളിലെ പുസ്തകം തുറന്നാൽ അത്രയും അറിവാണ് നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നത്. അപ്പോൾ ആ ശബ്ദമെല്ലാം കേട്ടുകൊണ്ട് ഇവിടെ വിശുദ്ധി ചക്ര പ്രാണന്റെ ഒരു കേന്ദ്രമാണ്. അവിടെ എത്തുമ്പോൾ തല വലിച്ചു കൊണ്ടുപോകുന്ന ഒരു അനുഭവം പോലെ നമുക്ക് തോന്നും. അത് അവിടെ ശരീരമില്ല, അതുകൊണ്ട് പൊടി പോലെ ഇങ്ങനെ അങ്ങ് ഉയരുകയാണ്. യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, മനുഷ്യ നീ പൊടിയാകുന്നു എന്ന് പറയുന്നത് നമുക്ക് ഈ മെഡിറ്റേഷനിലേക്ക് പോകുമ്പോൾ, ധ്യാനത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സംഭവമാണ്. അങ്ങനെ ഇവിടെ ആജ്ഞാചക്ര ഇവിടെ എത്തിയിട്ട് ഈ ദേവിമാർ, ഞാൻ നേരത്തെ പറഞ്ഞു ഇട എന്ന് പറയുന്നതും പിങ്കള എന്ന് പറയുന്നതും ഈ സുഷുമ്നാ നാഡിയുടെ കൂടെ ഒന്നിച്ച് സഞ്ചരിച്ചാണ്. അതിവിടെ വന്നിട്ട് ഇങ്ങനെ മടക്കി എല്ലാം കൂടെ ഒന്നിച്ചു ചേർന്നിട്ടാണ് ത്രികൂടം. രാമായണത്തിലൊക്കെ നമ്മൾ ത്രികൂടം എന്ന് പറയുന്നുണ്ട്. ഇതൊരു കഥാരൂപത്തിൽ പറയുന്നതാണ്. ഇത് 3ഉം കൂടെ ഒന്നിച്ചു ചേരുന്ന സ്ഥലമാണ് ആജ്ഞാചക്രം. നമ്മൾ പൊട്ടിടുന്ന സമയത്തൊക്കെ ഇവിടെ ഇങ്ങനെ കിടന്ന് കറങ്ങുന്ന പ്രകാശം നമ്മൾ ഇവിടെയൊക്കെ പ്രകാശിക്കും. നമ്മൾ ഏകാഗ്രമാകുമ്പോൾ ഇവിടെയെല്ലാം പ്രകാശിക്കും. അപ്പോൾ അവിടെ ഒരു പ്രധാന കേന്ദ്രമാണ്. ഗീതയിലൊക്കെ അതുകൊണ്ടാണ് പറയുന്നത് മൂക്കിൻ്റെ അറ്റത്ത് ശ്രദ്ധിക്കണമെന്ന്. മൂക്കിൻ്റെ ഈ അറ്റത്തല്ല, ഇവിടെ ആണ് മൂക്കിൻ്റെ തുടക്കം. അവിടെ ശ്രദ്ധിച്ചിരുന്നാൽ നമുക്ക് ആത്മീയമായ ഉയർച്ച പെട്ടെന്ന് കിട്ടും. പക്ഷേ നമ്മൾ വളരെ പതുക്കെ സാവധാനമാണ് ഇതിലേക്ക് നമ്മൾ പോകാനുള്ളത്. കാരണം ഒരു പർവ്വതത്തിൻ്റെ മുകളിലേക്കാണ് നമ്മൾ കയറുന്നത്. വളരെ ശ്രദ്ധയോടുകൂടി കയറിയില്ലെങ്കിൽ വന്ന് വീഴാനും സാധ്യതയുണ്ട്. പക്ഷേ ഗൃഹസ്ഥാശ്രമിക്ക് ഇത് പറ്റുന്ന കാര്യമാണ് എന്നുള്ളത് ഉറപ്പു തരുന്നു. ഇരുപുറവും വരുമാറവസ്ഥയെ പൂത്തൊരു കൊടി വന്ന് പടർന്നുയർന്നുമേവും തരുവിന് അടിക്ക്. സുഷുമ്നാ നാഡിയാകുന്ന ആ തരുവിൻ്റെ അടിയിൽ
തപസ് ചെയ്തു വാഴും. തപസ് ചെയ്തു വാഴുന്ന നരന് വരികയില്ല നരകം. എന്ന് വെച്ചാൽ നിഷേധാർത്ഥത്തിലാണ് പറയുന്നത്. വരികയില്ല, നരന് വരികയില്ല. എന്ത് വരികയില്ല? നരകം. നരനിൽ ആത്മാവിരിക്കുമ്പോഴാണ് നരകം. സുവർണ പ്രഭയിൽ ഇരിക്കുമ്പോൾ സ്വർഗം ആകുന്നു. ഇതാണ് ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ ഒരിക്കലും പിന്നീട് ദുഃഖം ഉണ്ടാവില്ല. കാരണം ദുഃഖമോ സംശയമോ ഭയമോ ഒന്നും, ഇനി എന്തെങ്കിലും നേടണമെന്നോ ഒന്നും തോന്നുകയില്ല. അത്രയും തൃപ്തിയാണ് നമുക്കുണ്ടാകുന്നത് ജീവിതത്തിൽ. ശാന്തിയാണ് ഉണ്ടാകുന്നത്, സമാധാനമാണ് മനുഷ്യന് ഏറ്റവും വേണ്ടത്, ആത്മസുഖമാണ് കിട്ടുന്നത്. അതാണ് നിനച്ചിടേണം, അത് മനസ്സിലാക്കണം എന്നാണ് ഗുരു പറയുന്നത്. ഇപ്പോൾ ഇരുപുറവും വരുമാറവസ്ഥയെ പൂത്തൊരു കൊടി വന്നു പടർന്നുയർന്നുമേവും തരുവിനടിക്ക് തപസ് ചെയ്തു വാഴും നരന് വരാ നരകം നിനച്ചിടേണം. മനസ്സിലാക്കിയിടണം. നിങ്ങളിത് പൂർണ്ണമായി അറിയണം, കണ്ടറിയണം, നിനച്ചിടേണം. നിങ്ങൾ വീണ്ടും വീണ്ടും അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് ഇതിൽ ചെന്നെത്താൻ സാധിക്കുന്നത്. ഒരു വളരെയേറെ കാര്യങ്ങൾ ഒരു ആത്മോപദേശ ശതകത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? കാരണം ഓരോരുത്തരെയും പ്രകൃതി പിടിച്ച് ചുഴറ്റുന്നവന്, കാരണം സുഹൃതികൾ പോലും ചുഴന്നിടുന്നു. അതുകൊണ്ട് നിങ്ങൾ എന്തു ചെയ്യാത്തത് കൊണ്ടാണ്? നിങ്ങൾ വികൃതി വിടുന്നതിനായി വേല ചെയ്യില്ല. ആകൃതി ഫലാഗ്രഹമറ്ററിഞ്ഞിടണം. ആകൃതി, ഇവിടെ നമുക്ക് കർമ്മമുണ്ട്. എനിക്ക് പൈസ തരുന്നു എന്നുള്ളതിന് വേണ്ടി ഞാൻ പഠിപ്പിക്കുന്നു, പക്ഷെ ഞാൻ ആത്മാർത്ഥമായി ഞാൻ പഠിപ്പിക്കുന്നു. അപ്പോൾ അതിന് വികർമ്മം എന്ന് പറയാം. ഞാൻ ഒന്നും ആഗ്രഹിക്കാതെ ഫലാഗ്രഹമറ്റിട്ട് ചെയ്യുന്ന പ്രവൃത്തിയാണ് അകർമ്മം എന്ന് പറയാം. ഞാനല്ല ചെയ്യുന്നത്, ഇത് പഠിപ്പിക്കുന്നത് ഞാനല്ല. പുതിയ കുട്ടികൾക്ക് അറിവ് പകരുന്നത് എൻ്റെ ഉള്ളിലിരിക്കുന്ന ആ ബോധമാണ്, ആ അറിവാണ്, ശുദ്ധമായ അറിവ് കുട്ടികളിലേക്ക് പകരുന്നതിന് വേണ്ടി ഞാൻ ഇവിടെ വന്നിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ പ്രവൃത്തികൾ വരുമ്പോൾ ഈ ലോകം നന്നാകുന്നു. ഈ അറിവ് കിട്ടുമ്പോൾ നിങ്ങൾ പൂർണ്ണരാകുന്നു. കാരണം അറിവ് പൂർണ്ണതയോടെയുണ്ട്. ഇപ്പോൾ അല്പമായ അറിവാണ് നിങ്ങളിലുള്ള, അനല്പമായ അറിവിൽ ചെന്നെത്തുന്നത് തന്നെയാണ് ആത്മം എന്ന് പറയുന്നത്.